LDF നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് വോട്ട് മറിച്ചതെന്ന് INL ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. മണ്ഡലങ്ങളിൽ BJP ജയിക്കാതിരിക്കാനും മതനിരപേക്ഷത നിലനിർത്താനുമാണ് വോട്ട് മറിച്ചതെന്നും കാസിം ഇരിക്കൂർ വ്യക്തമാക്കി. എന്നാൽ LDF BJP മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ UDF ഈ മനസ്സ് കാണിച്ചില്ലെന്നും UDFന്റെ നിസ്സഹരണം കാരണമാണ് 3 മണ്ഡലങ്ങളിൽ BJP വിജയിച്ചതെന്നും കാസിം ഇരിക്കൂർ വിമർശിച്ചു. മഞ്ചേശ്വരത്താണ് സുരേന്ദ്രനെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ ജയിക്കാൻ സാധ്യത. അപ്പം അത് പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിനാദ്യം ചെയ്തത് അവിടെ SDPI മത്സരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരുന്നു. അവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിരുന്നു. പല ഉത്തരവാദപ്പെട്ട മതേതര കക്ഷികളും പറഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ മാത്രമല്ല മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ SDPI LDFന്റെ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതുമാത്രം ഞാൻ മനസ്സിലാക്കിയെടുത്ത് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിരിക്കുകയാണ് LDFന് മഞ്ചേശ്വരത്ത്. എന്തുകൊണ്ടാണ്? വോട്ട് കിട്ടായിട്ടല്ല, ഉള്ള അവരുടെ വോട്ട് മുഴുവൻ തന്നെ UDFന് കൊടുത്തു. ഭൂരിഭാഗം വോട്ട് എന്തിനു വേണ്ടി? ഒരു BJPയെ പോലെ സുരേന്ദ്രനെ പോലെ ഒരാൾ അസംബ്ലിയിലേക്ക് വരാൻ പാടില്ല എന്നുള്ളത് ആ മതേതര കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ചെറിയ കമ്മിറ്റ്മെൻ്റ് അല്ല. അത് CPM എന്ന് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടുള്ളൂ. LDFന് മാത്രം. ഏതെങ്കിലും കോൺഗ്രസ്സുകാർ അവരുടെ സ്ഥാനാർത്ഥിക്കുള്ള വോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുമോ? BJPനെ തടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യില്ല, ഉറപ്പാണ്. സരീഷ് PK വിവരങ്ങൾ വച്ചെടുത്തുണ്ട്. സരീഷ് വെറുമൊരു പ്രാദേശിക നേതാവല്ല, INLന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കാസിം ഇരിക്കൂർ. പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഡീൽ ഉണ്ടായിരുന്നു അല്ലേ? ആദ്യഘട്ടം മുതൽ ആരോപിച്ച ഒരു ഡീൽ വിവാദം, ആ ഡീൽ വിവാദം യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ഇപ്പോൾ INL ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് മഞ്ചേശ്വരവും അതോടൊപ്പം തന്നെ കാസർഗോഡും 2 മണ്ഡലങ്ങളുടെ കാര്യമാണ് അദ്ദേഹം പ്രധാനമായി എടുത്തു പറയുന്നത്. മഞ്ചേശ്വരത്ത് ആദ്യം, അതായത് വോട്ട് എണ്ണിയതിന് തൊട്ട് പിന്നാലെ തന്നെ BJP കൃത്യമായൊരു ആരോപണം ഉയർത്തിയിരുന്നു. അതായത് 2021 അവിടെ മത്സരിച്ച LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 41,000-ലേറെ വോട്ടുകളാണ്. പക്ഷേ ഇത്തവണ അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ മത്സരിച്ചിട്ടും ലഭിച്ചത് 21,000 വോട്ട് മാത്രമാണ്. അപ്പോൾ ബാക്കി 20,000-ഓളം വോട്ടുകൾ എവിടെ എന്ന ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായി UDFന് പോയിട്ടുണ്ട് എന്നുള്ളതും K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിരുന്നു. പക്ഷേ അതിനെ തള്ളിക്കളയുന്ന നിലപാടായിരുന്നു CPM സ്വീകരിച്ചത്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. കൃത്യമായി CPMന്റെ തീരുമാനപ്രകാരമാണ്, അല്ലെങ്കിൽ LDFന്റെ അറിവോടെയാണ് ഈ വോട്ടുകൾ മുഴുവൻ UDFിലേക്ക് പോയത് എന്നുള്ളതാണ് INL ജനറൽ സെക്രട്ടറി തന്നെ വ്യക്തമാക്കുന്നത്. അതായത് നേരത്തെ തന്നെ ആ 20,000 വോട്ടുകൾ കൃത്യമായി UDFിലേക്ക് പോകണമെന്നൊരു തീരുമാനമെടുത്തിരുന്നു. അത് മതനിരപേക്ഷതയുടെ തീരുമാനമാണ്. അതോടൊപ്പം തന്നെ K സുരേന്ദ്രൻ പോലെ ഒരാൾ അവിടെ മഞ്ചേശ്വരത്തൊന്നും ജയിച്ചു വരരുത് എന്നൊരു തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത് എന്നുകൂടി അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാസർഗോഡ് ഷാനവാസ് പാദൂരാണ് INL സ്ഥാനാർത്ഥിയായി, INLന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. അവിടെയും കൃത്യമായി ഡീൽ നടത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും രീതിയിൽ CPM, അതായത് LDFും UDFും തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ BJP ജയിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അത്തരത്തിലൊരു അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. 3 സ്ഥലങ്ങളിൽ BJP ജയിച്ചു കയറിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ 3 സ്ഥലങ്ങളിലും LDFും BJPയും തമ്മിലായിരുന്നു നേർക്കുനേർ പോരാട്ടം ഉണ്ടായിരുന്നത്. അവിടെ ഒന്നും തന്നെ കോൺഗ്രസ് ശക്തമായ അല്ലെങ്കിൽ UDF ശക്തമായൊരു സാന്നിധ്യമായിരുന്നില്ല. ഈ മഞ്ചേശ്വരത്തും കാസർഗോഡും LDFിനുണ്ടായൊരു നീക്കുപോക്ക്, ആ തീരുമാനം ഒരു കാരണവശാലും അവിടെ UDFന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതുകൊണ്ട് മാത്രമാണ് 3 മണ്ഡലങ്ങളിൽ BJP ജയിച്ചു കയറിയത്. അത് കൃത്യമായി UDF ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാനാവുമായിരുന്നില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഡീൽ നേരത്തെ തന്നെ അവിടെ ഒരു ആരോപണം, അതായത് VD സതീശൻ ഒരു ഭാഗത്ത് ആരോപണം ഉന്നയിക്കുന്നു, അതിനുശേഷം BJP മറ്റൊരു ആരോപണവുമായി എത്തുന്നു. യഥാർത്ഥത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടുണ്ട്. BJPയെ തടുക്കുന്നതിൻ്റെ ഭാഗമായി മഞ്ചേശ്വരത്തും കാസർഗോഡും കൃത്യമായ ഒരു വോട്ട് പാറ്റേണിൽ അവിടെ UDFന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് INLന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ജനറൽ സെക്രട്ടറിയുടെ കാസിം ഇരിക്കൂർ പറഞ്ഞു വെക്കുന്നത്. അത് സംസ്ഥാന വ്യാപകമായി അത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ, അതോ ഈ 2 സീറ്റുകളിൽ മാത്രമാണോ എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ നേരത്തെ തന്നെ അതോടൊപ്പം തന്നെ ഇന്നലെ നമ്മൾ പുറത്തുവിട്ടത് പ്രകാരം INLന്റെ സ്ഥാനാർത്ഥി കൂടിയായ, കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത് BJP കൂടുതലായി വോട്ട് പിടിച്ചത് തൻ്റെ പരാജയത്തിന് കാരണമായിരുന്നു എന്നുള്ളതാണ്. സൗത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ BJP കൃത്യമായി മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ
BJP കൂടുതലായി വോട്ട് പിടിച്ചതാണ് തൻ്റെ പരാജയത്തിന് കാരണം എന്ന് കൃത്യമായി അദ്ദേഹം പറയുമ്പോൾ എല്ലാ സ്ഥലത്തും കൃത്യമായി BJPയെ പ്രതിരോധിക്കാൻ LDF UDFും തമ്മിൽ ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇനി എല്ലാ നേതൃത്വത്തിൻ്റെയും അറിവോടെയാണോ അതോ പ്രാദേശികമായി ഓരോ നേതൃത്വത്തിൻ്റെയും അറിവോടെയാണോ എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. എന്തായാലും വലിയൊരു വെളിപ്പെടുത്തലാണ് ഈ മഞ്ചേശ്വരത്തെയും കാസർഗോഡിന്റെയും മണ്ഡലങ്ങളെ സംബന്ധിച്ച് INL തന്നെ വ്യക്തമാക്കുന്നത്.